നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ സമയം കളയാനോ ഒന്നും തന്നെ ഉള്ളൊരു വീഡിയോ അല്ല. ജസ്റ്റ് നമുക്ക് എക്സാം പാറ്റേൺ ഒന്ന് ചേഞ്ച് ആയി അതിലൊന്ന് ഔട്ടറായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ്. എനിക്കറിയാം നിങ്ങളെല്ലാം ഭയങ്കര പാനിക്കായിട്ടും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടും ഭയങ്കര വിഷമത്തിലേക്കാണ്. ആരും പേടിക്കേണ്ട, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എക്സാം. നിങ്ങൾ വിഷമിക്കേ വേണ്ട. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതൊക്കെ വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. സോ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതല്ല നമ്മുടെ മാറ്റർ. ഞാൻ ജസ്റ്റ് നമ്മുടെ എക്സാം പാറ്റേൺ ഒന്ന് മാറി അത് ജസ്റ്റ് ഒന്ന് നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 200 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് 120 ക്വസ്റ്റ്യൻ ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം 120 മിനിറ്റ് ആണ്, അതായത് 2 മണിക്കൂറാണ്. സോ ഒരു ക്വസ്റ്റ്യന് 120 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ 120 ക്വസ്റ്റ്യന് 120 മിനിറ്റ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ എത്രയായിരിക്കും? 1 മിനിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും ഒരു ക്വസ്റ്റ്യൻ 4-5 തവണയൊക്കെ വായിക്കാൻ നിൽക്കേണ്ട. ഒരു മാക്സിമം 3 തവണയൊക്കെ വായിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് അടുത്ത ക്വസ്റ്റ്യന് കയറിക്കോളുക. കാരണം ടൈം മാനേജ്മെന്റ് ഈ ഒരു എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് അറിയാത്ത ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി അയ്യോ ആൻസർ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നമുക്ക് ഔട്ടറായിട്ട് മൊത്തത്തിൽ കാണാൻ പറ്റത്തില്ല എന്നെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. മനസ്സിലായോ? നമുക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്തോരം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് അറിയാവുന്ന ടിക്ക് ചെയ്ത് പോവാം. പക്ഷേ ഈ ഒരു എക്സാം അങ്ങനെയല്ല. നിങ്ങൾ എക്സാം എഴുതി അടുത്ത ക്വസ്റ്റ്യൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് വന്ന് പോകുന്നത്. സോ നിങ്ങൾ മുൻകൂട്ടി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് പോവും. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യന് വേണ്ടി മാക്സിമം സമയം കളയാതിരിക്കുക. പിന്നെ ഞാൻ ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നേരം വീഡിയോ ഒന്നും ഇടാഞ്ഞത്. ഞാൻ കുറേ ഓട്ടമായിരുന്നു, ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. സോറി ഇത്രയും ലേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതിന്. എന്നാലും നിങ്ങൾക്കിത് ഒരു ഉപകാരമായിരിക്കാം മേ ബി എക്സാമിന് ചെല്ലുമ്പോൾ. നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന് 42 ക്വസ്റ്റ്യൻസ് ആണ് ഈ 120-ലുള്ളത്. ഇതിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൽ ടോർട്ട് വരുന്നുണ്ട്, അതുപോലെ IPC വരുന്നുണ്ട്, ക്രിമിനൽ വരുന്നുണ്ട്, കോൺട്രാക്റ്റ് വരുന്നുണ്ട്, ജൂറിസ്പ്രുഡൻസ് വരുന്നുണ്ട്, CRPC വരുന്നുണ്ട്. ഇതിൽ ക്രിമിനലിൻ്റെ അണ്ടറിലാണ് ഈ IPCയും CRPC ഒക്കെ വരുന്നത്. ഓക്കെ, കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു 2 പാർട്ടീസ് വെക്കുന്ന കോൺട്രാക്ട്. അപ്പം നിങ്ങൾ ബേസിക്കലി കോൺട്രാക്റ്റിനകത്ത് ശ്രദ്ധിക്കണം. ഇതുവരെ ഒന്നും കോൺട്രാക്റ്റിൽ തൊടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കോൺട്രാക്ട് എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നതെന്ന് അതിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ട്. ഓഫർ വെക്കുന്നു, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, എൻഫോഴ്സിബിൾ ബൈ ലോ ആയിരിക്കണം, അങ്ങനെ കുറച്ചൊരു ഫോമാറ്റ് ഉണ്ട്. അത് പഠിച്ചു വെക്കുക. ഒരു കോൺട്രാക്റ്റിലേക്ക്, ഒരു വാലിഡ് കോൺട്രാക്റ്റിലേക്ക് എത്തുക. അതായത് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അക്സെപ്റ്റൻസും അതുപോലെ കൺസിഡറേഷനും അതുപോലെ തന്നെ പ്രോമിസും ഓഫേഴ്സും അതേപോലെ തന്നെ എൻഫോഴ്സിബിൾ ബൈ ലോ ആയിരിക്കണം, ലോ അംഗീകരിക്കപ്പെട്ടതായിരിക്കണം. അത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ IPC ആൻഡ് CRPC എന്ന് പറയുമ്പോഴത്തേനും ക്രിമിനൽ ആക്ടുകളാണ് വരുന്നത്. ക്രിമിനൽ എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അണ്ടറിൽ തന്നെയാണ് IPCയും CRPCയും. പിന്നെ ടോട്ട് അറിയാമല്ലോ, നമ്മൾ ട്രസ് പാസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് ടോട്ടിനകത്ത് വരുന്നത്. ടോട്ടിനകത്തേക്ക് കോമ്പൻസേഷൻ ആണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. കോമ്പൻസേഷനാണ് കേട്ടോ. ജൂറിസ്പ്രുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാക്കാണ്, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ജൂറിസ്പ്രുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തിയറി ഓഫ് ലോ ആണ്. നമ്മുടെ ലോ എങ്ങനെയാണ്, സ്കൂൾസ് ഓഫ് ലോ എന്താണ്, സോ അങ്ങനെ കുറച്ച് ലോ ഇങ്ങനെ തിയറി ഓഫ് ലോ ആണ്. അതിൽ കുറച്ച് ആളുകളുണ്ട്, അവരിങ്ങനെ കണ്ടുപിടിച്ച ലോ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളേ അതിലുള്ളൂ. അത് നിങ്ങൾ നോക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് മാക്സിമം നോക്കിയിട്ട് പോവുക. ജൂറിസ്പ്രുഡൻസിൻ്റെ 1-2 ക്ലാസ്സുകൾ യൂട്യൂബിൽ കയറിയിട്ട്, ഒന്നും പഠിക്കാത്തവർ 1-2 ക്ലാസ്സുകൾ യൂട്യൂബിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എക്സാമിന് പോകാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. കാര്യം നമ്മുടെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്ന് എടുത്തു, ഏതൊക്കെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. അതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ല, പലയിടത്തു നിന്നായിട്ട് എടുത്തതാണ്. സോ അത് മസ്റ്റായിട്ട് എവിടെ നിന്നൊക്കെ എടുത്തതെന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് രൂപീകരിച്ചത്, ആരാണ് അത് അതിന് സൈൻ ചെയ്തത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ചിട്ട് പോകും. അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോകണമെങ്കിൽ 36 ക്വസ്റ്റ്യൻ 36 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിനകത്തു നിന്നാണ് വരുന്നത്. സോ ഏറ്റവും കൂടുതൽ ലോ ആണ് വരുന്നത്, ബിക്കോസ് നമ്മൾ LLB ആണല്ലോ. പിന്നെ അടുത്ത് നിൽക്കുന്നത് എന്താണ്? ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ 36 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് 120-ൽ കേട്ടോ. 120 36 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷാണ്.
അതിൽ വരുന്ന വെക്കാബുലറി വരുന്നുണ്ട്, പാസേജ് വരുന്നുണ്ട്. പാസേജ് എന്ന് പറയുമ്പോൾ ഒരു പാസേജ് ഫുള്ള് തന്നിട്ട് നിങ്ങൾ പണ്ട് LKG UKG പഠിച്ച പാസേജ് ഒന്നും ആയിരിക്കില്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാസേജ് ആയിരിക്കും. ചിലപ്പോൾ US-നെ കുറിച്ച്, US-ലെ പ്രസിഡന്റിനെ കുറിച്ച് അങ്ങനത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ആർട്ടിക്കിൾസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. സോ അതൊക്കെ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വെക്കാബുലറി നോക്കുക, സിനോണിംസ് അനോണിംസ് അതൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ട് ഒരു പാസേജ് തന്നിട്ട് ആ പാസേജ് ഓർഡറിലാക്കാൻ പറയും. SPQR, PQRS, RPQS അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അത് നിങ്ങൾ ആൻസർ പക്കയായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്രാമറിൽ വരുന്ന സമയത്ത് പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് ഒക്കെ, അതായത് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് വരെയുള്ള നെഗറ്റീവ് വരുന്ന സെൻറ്റൻസ് ഏതൊക്കെയാണ്, നെഗറ്റീവ് വരുമ്പോഴത്തേന് നോട്ട് വരുന്നതൊക്കെയാണ് നെഗറ്റീവ് വരുന്ന സെൻറ്റൻസ്, അല്ലാണ്ട് ഹാർഡ്ലി എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് വേർഡ്സ് ആണ്. അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് വേർഡ്സ് പഠിച്ചിട്ട് പോവാം. സോ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം. സോ പിന്നെ എന്താണ്, എഡിറ്റ് ചെയ്യുക, ഈ സാമാർ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇംഗ്ലീഷിൽ വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് 10th വരെ പഠിച്ചവർക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ഇംഗ്ലീഷ് ഓക്കെ ആവണം. നിങ്ങൾ പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത് 27 ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറൽ നോളജിൽ നിന്നാണ് വരുന്നത്. ഈ ജനറൽ നോളജ് എന്ന് പറയുമ്പോഴത്തേന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്, പ്രൈം മിനിസ്റ്റർ ആണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി, നമ്മുടെ ലോകത്തിൻ്റെ ഒരു ചരിത്രം, അതേപോലെ തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യ, മുമ്പത്തെ നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയും, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ +1 +2 പഠിച്ച ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇറ്റ്സ് ഓൺലി ഫ്രം നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ പഠിച്ച ഒരു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ടല്ലോ. സോ ആ ഒരു ബേസിക്കിലായിരിക്കും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. 5 year LLBൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ എന്തായാലും 10th ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചത്, ഇനി CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, ഇനി സ്റ്റേറ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ 10th വരെ പഠിച്ച ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്ത്, ഇംഗ്ലീഷ്, മാത്സ് അതുപോലുള്ള സബ്ജക്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ. പക്ഷെ നിങ്ങൾ ലീഗൽ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. ലീഗൽ ഞാൻ പറഞ്ഞു തന്നല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. 10th വരെയുള്ളതാണ് ശ്രദ്ധിക്കുക. പിന്നെ 15 ക്വസ്റ്റ്യൻസ് മെൻ്റൽ എബിലിറ്റി ആൻഡ് അരിത്തമാറ്റിക് സീക്വൻസസ്. ഈ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിരുന്നു, ചിലവർക്ക് മെൻ്റൽ എബിലിറ്റി കുറച്ച് ടഫ് ആണെന്ന് തോന്നുന്നു അല്ലേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെൻ്റൽ എബിലിറ്റി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെൻ്റലി ഓക്കെ ആയിരിക്കണം. കാര്യം നമ്മൾ A എന്ന് പറയുന്ന ആളെ B എന്ന് പറയുന്ന അച്ഛനായിരുന്നു, അങ്ങനെ C എന്ന് പറയുന്ന ആൾ കുച്ചച്ഛനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ A എന്ന് പറയുന്ന ആളെ അച്ഛനാക്കിയിട്ടും കൊച്ചച്ഛനാക്കിയിട്ടും എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും. സോ നിങ്ങൾ മെൻ്റലി ഓക്കെ ആയിരിക്കണം. സോ നിങ്ങൾ മെൻ്റൽ അടിപൊളിയായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ ബ്ലഡ് റിലേഷൻ ഒക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതായത് അച്ഛനമ്മ, അങ്ങനത്തെ കുറച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെൻ്റൽ എബിലിറ്റിക്ക് ആയിട്ട് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ പിന്നെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ്, പെർസെൻറ്റേജ് കാണുക, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പെർസെൻറ്റേജ് കാണാനും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനത്തെ കുറച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് 10th വരെ നിങ്ങൾ പഠിച്ചാണ്. അതിൻ്റെ സിലബസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന. കാര്യം നമുക്ക് സമയമില്ല, നാളെ നമുക്ക് എക്സാം ആണ്. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ മെയിനായിട്ടും പറയാൻ പോകുന്നൊരു കാര്യം, കറണ്ട് അഫെയർസ്. നിങ്ങൾ കറണ്ട് അഫെയർസ് പഠിച്ചിട്ടേ പോകാവുള്ളൂ. 10 മാർക്കിനെങ്കിലും മിനിമം ഈ ജനറൽ നോളജിൻ്റെ കൂടെ നമുക്ക് കറണ്ട് അഫെയർസും കൂടെ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ് എന്നാണ് അതിൻ്റെ ഒരു ടോപ്പിക്ക് പേര് തന്നെ വരുന്നത്. സോ നിങ്ങൾ കറണ്ട് അഫെയർസ് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. വേറൊന്നുമല്ല, നമ്മൾ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് കറണ്ട് അഫെയർസ്. നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. സോ നിങ്ങൾ ഇതുവരെ കറണ്ട് അഫെയർസ് നോക്കിയിട്ടില്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും ലോ സബ്ജക്റ്റ് മാത്സിനൊക്കെ വേണ്ടി മിക്കവാറും സമയം കണ്ടെത്തി കാണും. സോ കറണ്ട് അഫെയർസ് ഒന്നും മിക്കപ്പോഴുള്ള കുട്ടികളൊന്നും കറണ്ട് അഫെയർസ് നോക്കി കാണത്തില്ല. ഒരു 80% ആളുകളും കറണ്ട് അഫെയർസിന് വാല്യൂ കൊടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ഈ 2 ദിവസം അടുപ്പിച്ച് നൈറ്റ് ഫുൾ ഇരുന്ന് ലൈവ് ഒക്കെ കണ്ട് കറണ്ട് അഫെയർസ് ഏകദേശം സെറ്റാക്കിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാം. നിങ്ങൾ ലോങ് ആയിട്ട് പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും, കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും, അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫെയർസിന് വേണ്ടി മാറ്റി വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങൾ നാളെ വരുന്ന സമയത്ത് ലോ സബ്ജക്റ്റുകളോ മെൻ്റൽ എബിലിറ്റി, അരിത്തമാറ്റിക് സീക്വൻസോ ഒന്നും തന്നെ നോക്കാൻ നിൽക്കണ്ട. കാര്യം നമ്മൾ മെൻ്റലി നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് എക്സാമിന് പോവുക. കാര്യം എല്ലാം കൂടെ കുത്തിരച്ച് അത് നോക്കിയില്ല ഇത് നോക്കിയില്ല എന്താ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് നിങ്ങൾ എല്ലാം കൂടെ വാരി വലിച്ച് നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആ സമയത്ത് കറണ്ട് അഫെയർസ് നോക്കുക. അതുപോലെ തന്നെ അരിത്തമാറ്റിക്സിനകത്ത് വരുമ്പോഴത്തേന് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് പഠിക്കുക. ആ ടൈമിൽ ഞാൻ വീട്ടിൽ നിന്നൊക്കെ വരുന്ന ട്രാവലിംഗ് ആ ടൈം ഉണ്ടല്ലോ, എക്സാമിന് പോകുന്ന ട്രാവലിംഗ് ടൈം, ആ ടൈമിൽ ഈ കറണ്ട് അഫെയർസും ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. വേറെ ഒന്നും കൂടുതൽ ചകഞ്ഞ് നിന്ന്
മെൻ്റലി നമ്മൾ എന്താണ് ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള ടെൻഷൻ കൊണ്ടുവന്ന് എക്സാമും കുളമാക്കി അറിയാവുന്നത് എഴുതാൻ വയ്യാതാക്കി അങ്ങനെ ചെയ്യേണ്ട. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിൻ്റെ ഗൈഡ് ലൈൻസ് ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പാനിക് ആവരുത്, സിറ്റുവേഷൻ പാനിക്കാക്കാൻ പാടില്ല, സ്ട്രെസ് ആവാൻ പാടില്ല. നിങ്ങൾ പഠിച്ചത് മാത്രമേ നിങ്ങൾക്ക് വരുത്തുള്ളൂ, നിങ്ങൾ പഠിച്ചത് മാത്രം എഴുതുക. അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. ഇതല്ല നമ്മുടെ ലൈഫ്, ഇതുകൊണ്ട് നമ്മുടെ ലൈഫ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത എന്തെങ്കിലും ഒരു എന്താ പറയുക, എല്ലാം നടക്കുന്നതിന് എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ എന്നാണല്ലോ. സോ എന്ത് തന്നെ സംഭവിച്ചാലും അത് നിങ്ങൾക്കൊരു അടുത്തൊരു സെക്ഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ ദൈവം കരുതിയിട്ടുണ്ടായിരിക്കും. സോ ഇതല്ല നിങ്ങളുടെ ലൈഫ്. സോ ഇതിൽ നിങ്ങൾക്ക് ഒന്നും അപ്പിയർ ചെയ്യാൻ പറ്റിയില്ലെന്ന് ഓർക്കും, ഇതല്ല ലൈഫ്. സോ നിങ്ങൾ പഠിച്ചവരോടും പഠിക്കാത്തവരോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്, മെൻ്റലി ഓക്കെ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് പഠിച്ചതേ വരുള്ളൂ, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ, എല്ലാവരും കൂളായിട്ടിരിക്കുക. ദിസ് ഇസ് നോട്ട് ലൈഫ്. ഈ ഒരു എക്സാം അല്ല നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. നമുക്കൊരു സൈഡിൽ കൂടെ പറയാം, ഈ എക്സാം ആണ് നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്, പക്ഷേ ഇതൊന്നും അല്ല എക്സാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കൂളായിട്ട് പോരുന്ന എഴുതുക. നിങ്ങളെ കൂളാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്നാലും ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണെന്നൊക്കെ പറയാൻ കേട്ടിട്ടില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.